നമസ്തേ. ഞാൻ മാധവി, ഗവൺമെൻറ് ആയുർവേദ ഡിസ്പെൻസറിയിലെ ഫാർമസിസ്റ്റായിരുന്നു. നിലമ്പൂർ ചന്തക്കുന്നിലാണ്. ഞാൻ അവിടുന്ന് റിട്ടയർ ചെയ്തിട്ട് 29 കൊല്ലമായി. എനിക്ക് തലയ്ക്ക് സുഖമില്ലായികയോ ഒന്നുമില്ല. എനിക്കിപ്പോൾ സുഖമില്ല, വയസ്സായി, 83 വയസ്സായി. ഈ 83 വയസ്സിൽ അനവധി ലക്ഷങ്ങളുടെ ചികിത്സ ഞാൻ ചെയ്തിരിക്കുന്നു. എല്ലാം കഴിഞ്ഞു. പിന്നെ അവസാനം ഇഷ്ടദാനം കൊടുത്ത ഒരു ഭൂമി, ചെറിയൊരു 40 സെൻറ്റാണത്. ആ 40 സെൻറ്റ് അത് ഞാൻ എൻ്റെ ഏട്ടൻ്റെ മകന് ഇഷ്ടദാനം കൊടുത്തിട്ട് 30 കൊല്ലമായി. ഈ 30 കൊല്ലത്തിലിടയ്ക്ക് ഒരു റുപ്പിയ എനിക്ക് തരുമെങ്കിലും എന്നെ ഒന്ന് നോക്കുമെങ്കിലും ചെയ്തിട്ടില്ല. വീട്ടുകാരും ചെയ്തിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ ഈ മുതൽ ഓഹരി വെച്ച് എല്ലാവർക്കും കൊടുക്കാത്തതുകൊണ്ട് ഇപ്പോഴും അവർക്ക് കിട്ടിയ തിരക്കടില്ല. പക്ഷെ മുതൽ മാത്രമേ വേണ്ടൂ. എന്നെ നോക്കാനുള്ള സന്നദ്ധത അവർ കാണിച്ചില്ല. അപ്പം ഞാൻ എൻ്റെ കൂട്ടുകാരിയായ പുഷ്പമ്മേൻ്റെ മകൻ രാധാകൃഷ്ണൻ നമ്പൂതിരിപ്പാട് ഇവിടെ സ്നേഹാലയം നടത്തുന്നുണ്ട്. അത് കേട്ടപ്പോൾ ഞാൻ നിലമ്പൂർക്ക് പോന്നു. എൻ്റെ വീട്ടിൽ ഞാനൊരു വീട് വാങ്ങിയിട്ടുണ്ട്. അവിടെ എൻ്റെ ഭാര്യയും മക്കളൊക്കെ ഉണ്ട്. അവരുടെ കൂടെ കഴിയുക എന്ന് പറഞ്ഞ് നിർത്തിയതാണ്. അപ്പോൾ അവിടെ നിൽക്കുന്ന സമയത്ത് ഇത് പോയി ചോദിക്കണം. എനിക്ക് ഇതുവരെ ഒരു വിലയുള്ള കാര്യം ചെയ്യാനുള്ള സന്മനസ്സും ഒരു ധൈര്യവും ഇല്ലായിരുന്നു. പിന്നെ അപ്പോൾ എനിക്ക് ഈ കുട്ടീനെ എനിക്ക് മകനായിട്ട് കിട്ടിയപ്പോൾ ഞാൻ അവനെയും കൂട്ടി ഉതിരമ്പൊയിൽ പോയി ദേവദാസനോട് ചോദിച്ചു. അപ്പോൾ ദേവദാസൻ പറഞ്ഞു, ഞാൻ തരുന്നതിനെനിക്ക് വിരോധമൊന്നുമില്ല, തരാം, നിങ്ങൾക്ക് ചികിത്സയ്ക്ക് വേണ്ടിയിട്ടല്ലേ. വേറെ ഒരു മുതലും എനിക്കില്ല, വീടില്ല, പറമ്പില്ല, മറ്റ് സ്വത്തുക്കളൊന്നും എനിക്കില്ല. ഈ ഒരു ഇഷ്ടദാനം കൊടുത്തത് അന്ന് അത് തന്നെ ഉള്ളൂ. അപ്പം അത് എന്നോട് പറഞ്ഞു. പിന്നെ ദേവദാസൻ പറഞ്ഞു, ഞാൻ തരാം, പിന്നെ നിങ്ങൾക്ക് വിൽക്കാൻ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ ആ വിൽക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്, സ്നേഹാലയത്തിന് കൊടുക്കാനൊന്നുമല്ല, അവർക്ക് ഞാൻ കൊടുത്തിട്ട് വേണ്ട. അപ്പോൾ എനിക്ക് വിറ്റിട്ട് അത് വിൽക്കാനൊരു കഴിവുള്ള ഒരാൾ വേണ്ടേ. അപ്പോൾ ആ കുട്ടീനെ ഏൽപ്പിച്ചിട്ട് ആ കുട്ടി പോയി ചോദിച്ചു, ഞാനും പോയി ചോദിച്ചു. അപ്പോൾ തരാമെന്നും പറഞ്ഞ് തന്നു. പിറ്റേ ദിവസം ആധാരം എഴുതിച്ചു. ആധാരം എഴുതിച്ചിട്ട് പിന്നെ അത് രജിസ്റ്റർ ചെയ്തു. പിന്നെ രജിസ്റ്റർ ചെയ്തിട്ട് 20 ദിവസം കഴിഞ്ഞിട്ട് ആധാരം കിട്ടി. അതിപ്പോൾ എൻ്റെ കൈവശമുണ്ട്. അപ്പോൾ അത് ഞാൻ പോലീസ് സ്റ്റേഷനിൽ കൊടുന്ന് കാണിക്കണം. എനിക്ക് അവിടെ നിന്ന് കയറാൻ വയ്യ, പ്രായമായില്ലേ, 83 വയസ്സായില്ലേ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഈ കുട്ടീനെ എല്ലാ കാര്യത്തിനും ഏൽപ്പിച്ചിരിക്കുന്നത്. വിശ്വസിക്കാൻ പറ്റിയ ഒരാളല്ലേ ഏൽപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പം അതുകൊണ്ട് ഈ സാറ് എനിക്ക് ആ സ്ഥലം ഇവരുടെ കുടുക്കിൽ നിന്ന് അവർക്ക് എങ്ങനെയെങ്കിലും ഞാനത് മടുത്തിട്ട് ഇട്ടെറിഞ്ഞ് പോയാൽ അവർക്കതൊക്കെ അതിനുള്ള മനസ്സില്ല. അപ്പോൾ അതൊരാളെ ഉത്തരവാദിത്വം ഏൽക്കുകയല്ലേ, അതവർക്ക് പറ്റില്ല, മുതലേ പറ്റുള്ളൂ. അപ്പം ഈ മുതൽ അവർക്ക് അനുഭവിക്കാന്ന് വെച്ചാൽ എന്നെ നോക്കാൻ ബാധ്യതയുണ്ട്. അവർ എന്നെ നോക്കാൻ തയ്യാറില്ലെങ്കിൽ പിന്നെ ആ ഭൂമിക്ക് 50 ലക്ഷം രൂപ എനിക്ക് തരണം. അല്ലാതെ ഞാൻ വെറുതെ തരില്ല. ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഭൂമിയാണ്, അതേ എനിക്കുള്ളൂ. അപ്പം അതിന് അവർ തയ്യാറുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കുക, ഇല്ലെങ്കിലോ പിന്നെ കൊടുക്കില്ല. ഇത് സ്നേഹാലയത്തിൻ്റെ പേരിൽ എഴുതി വെച്ചാൽ അത് വിൽക്കാൻ പറ്റില്ല. അതൊരു ട്രസ്റ്റ്
അത് കൈകാര്യം ചെയ്യാം. അപ്പോൾ ഇതെനിക്ക് വിറ്റ് കാശ് കിട്ടിയിട്ട് വേണം എൻ്റെ ചികിത്സ. എൻ്റെ കണ്ണിന് കാഴ്ചയില്ല, പിന്നെ ശരീരത്തിന് ആവതില്ല, എവിടെയും നടക്കാൻ പറ്റില്ല, എല്ലാം വണ്ടിയിലാണ് പോകൽ. വണ്ടി വിളിക്കണ്ടേ, വണ്ടി വിളിച്ചാൽ അവർക്ക് വാടക കൊടുക്കണ്ടേ. അതുകൊണ്ട് വയ്യായിട്ട് ഞാൻ കിടപ്പ് തന്നെയാണ്. അപ്പോൾ കഴിയുന്നതും എനിക്കത് വിറ്റ് കിട്ടണം, അതിന് എന്നെ സഹായിക്കണം. അല്ലാതെ ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയിട്ട് 30 കൊല്ലമായി ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയിട്ട് ഇതുവരെ എനിക്ക് ഉപയോഗിക്കാൻ പറ്റിയിട്ടില്ല. അതിൽ നിന്നൊരു തേങ്ങ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് സാറ് മനുഷ്യത്വത്തിൻ്റെ പേരിൽ എന്നെ രക്ഷിക്കുക. എനിക്ക് വേറെ ആരും രക്ഷിക്കാനില്ല. ഈ സ്നേഹാലയത്തിൽ ഇപ്പോൾ അവിടെ പെണ്ണുങ്ങളെടുക്കുന്നില്ല, കുട്ടികൾക്ക് മാത്രമേ ഉള്ളൂ അവിടെ. അപ്പോൾ അതുകൊണ്ട് സാറ് അത് ഈ 2 പിന്നെ ദേവദാസനും അത് ആങ്ങളേൻ്റെ മകനാണ്. മറ്റത് ദിവാകരൻ ആങ്ങളേൻ്റെ മകളെ കൊണ്ടുപോയവന്. അവന് ഒരിക്കലും എൻ്റെ മുതൽ കിട്ടാനുള്ള അർഹതയില്ല. ഞാൻ ഒരാളുടെ ഷെയർ കൂടിയിട്ടോ പിന്നെ കടം വാങ്ങിയിട്ടോ ഒന്നുമല്ല. എൻ്റെ അടുത്തുണ്ടായിരുന്ന പൈസ എടുത്തിട്ട് പിന്നെ നേരിട്ട് പിന്നെ പള്ളിശ്ശേരിയുള്ള ഒരു അറബി ഭാഷ എടുത്ത് വാങ്ങിയതാണ്. അതിൻ്റെ കൂടെ വാങ്ങിയ ആൾക്കാർ ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്. അവരും അതേപോലെ 40 സെൻറ്റ് വാങ്ങി, 40 സെൻറ്റ് ഞാനും വാങ്ങി. അങ്ങനെ അവരോട് ചോദിച്ചാൽ അറിയാം, തൊട്ടടുത്താണ് അവർ. അവരോട് ചോദിച്ചാൽ അറിയാം അതിൻ്റെ പരമാർത്ഥം എന്ന്. പിന്നെ അപ്പോൾ എന്താഞ്ഞ് എനിക്കത് കിട്ടിപ്പോരാനും വിറ്റ് പോരുന്നതൊക്കെ മുടക്കുകയാണ് അവർ. വില കിട്ടണ്ടേ, വില കിട്ടാതെ ഞാൻ നരകിക്കുക. ഒരിക്കലും അവർ എനിക്കത് വിൽക്കാൻ അനുവദിക്കുന്നില്ല. പിന്നെ എനിക്ക് അവരെ കവച്ച് വെച്ച് എനിക്കത് സ്വന്തമായിട്ട് കൈകാര്യം ചെയ്യാനുള്ള കഴിവ് ഇപ്പം ഇല്ല. അപ്പം ഞാൻ രാധാകൃഷ്ണൻ നമ്പൂതിരിപ്പാടിനെ ഏൽപ്പിച്ചുകൊണ്ട് പിന്നെ എൻ്റെ കൂട്ടുകാരീൻ്റെ മകനായതുകൊണ്ട് ഏൽപ്പിച്ചിട്ട് അത് വിൽക്കാൻ വേണ്ടി നടക്കുകയാണ്. അത് അവർ മുടക്കുകയാണ്. ആ മുടക്കമൊന്നും ഇല്ലാതെ ആക്കി തരണം. മനുഷ്യത്വത്തിൻ്റെ പേരിൽ സാറ് അത് ചെയ്യുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ നിർത്തട്ടെ.